ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് വട്ടുപത്തിരിയാണ്. ഇവിടെ വട്ടുപത്തിരി ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവരെന്താണ് കൂടുതൽ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉണ്ടാക്കി കൊടുക്കും. ബോറടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ വട്ടുപത്തിരി ആണെങ്കിൽ വട്ടുപത്തിരി അല്ല, അതിങ്ങനെ കഴിക്കാൻ വേണ്ടി അവരെ കൂടെ നിർബന്ധിക്കണം. വട്ടുപത്തിരി ആകുമ്പോൾ അതിൻ്റെ ആവശ്യം പിന്നെ അല്ല കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ട്. സ്കൂൾ കൊണ്ട തിരക്കാണ്. അപ്പോൾ ഞാനിന്ന് പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് തൂമിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് ഈ ഒരു പയറുപ്പേരിക്ക്. അങ്ങനെ മക്കളൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 പഴം ഉണ്ടായിരുന്നു കേട്ടോ. 2 മാങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നേന്ത്രപ്പഴം കഴിക്കാത്ത മക്കൾക്ക് വേണ്ടി നല്ലൊരു ഐഡിയാസാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക, എന്തായാലും കഴിക്കും. ഒരു പാത്രത്തിലോട്ട് ലക്ഷം നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് ഞാനത് നമ്മളെ നെയ്യ് ഒഴിച്ച പാത്രത്തിലോട്ടാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ച് കൊടുക്കാൻ, അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് വെന്താൽ നമ്മളതിലോട്ട് നല്ല അടിപൊളി തേങ്ങാപ്പാലാണ് കേട്ടോ. ഫൈനലി ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം മൂറും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ പഴം കഴിക്കാതിരിക്കുന്ന മടിച്ചികൾക്കും മടിയന്മാരുമായിട്ടുള്ള മക്കൾക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. പിന്നെ ഇപ്പോൾ കഴിക്കേണ്ട കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പഴം കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ഇഷ്ടമായിട്ടോ അവർക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ്ങിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈവനിങ്ങിനുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതാ വഴുതനങ്ങ ഉണ്ടായിരുന്നു, ഫ്രൈ ചെയ്തു. അതുപോലെ പപ്പടം ഉണ്ട്, പപ്പടം പൊരിച്ചെടുക്കുകയാണ്. പിന്നെ വഴുതനങ്ങ ഞാൻ മസാല വറ്റിയിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ ഞാൻ നമ്മൾ പപ്പടം പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ആയി കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് താഴെ അറിയിക്കുമ്പോഴല്ലേ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇതിൽ ഡിഫറൻറ്റൊക്കെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ പപ്പടം പൊരിച്ചതിലേക്ക് ഞാൻ വഴുതനങ്ങ മസാല പൊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഉപ്പേരി വെക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ മസാലയൊക്കെ പൊട്ടി നമ്മളെ കിഴങ്ങ് പൊരിച്ചെടുക്കില്ലേ, അതുപോലെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് കഴിക്കുന്നത് വെച്ചെങ്കിൽ അതുപോലെയാണ് ഉണ്ടാക്കി കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ ഇതാ ചിരങ്ങ താളിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വഴുതനങ്ങ ഉപ്പേരി അവിടെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ട്. നല്ല പഞ്ഞിയുള്ള മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഞ്ഞിയുള്ള മീനാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അതിൻ്റെ ഇടയിൽ തീരെ ടേസ്റ്റ് ഇല്ലാത്തൊരു മത്തി കൂടുന്നുണ്ടായിരുന്നു. അത് ഒരു ടേസ്റ്റും നല്ല പഞ്ഞി ഉണ്ടായിരുന്നില്ല, അതുപോലെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മയ്ക്ക് പറയണേ നന്നായി ബ്ലഡ് ഉണ്ടാവുന്ന മീനാണ്, നല്ല ടേസ്റ്റ് എന്ന് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ പോയിട്ട് ഞാൻ മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിത്തനൻ്റെ വ്ളോഗാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പോയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച ഇതാണ് ചിക്കനാണ് കേട്ടോ. ഒരു ബിരിയാണി വെക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.